പത്തരമാറ്റിൻ്റെ അടുത്ത ആഴ്ചയിലെ ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അവന്തികയും അനിയും ആയിട്ടുള്ള വിവാഹം, അതിൻ്റെ ബാക്കി അനന്തപുരി തറവാട്ടിലെ എല്ലാവരും അതിൽ സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് കേട്ടോ അവന്തികയ്ക്ക്. അപ്പോൾ അവന്തികയെ എല്ലാവർക്കും ജാനകിക്ക് ഉൾപ്പെടെ മരുമകളായിട്ട് വരുന്നതിൽ വളരെ സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അഭി പറയുന്നുണ്ട്, നീ ഉറപ്പായിട്ടും ആ ഒരു വിവാഹം ഉറപ്പിച്ചോ, കാരണം അനി മറ്റാർക്കും പോകില്ല, നിൻ്റെ കഴുത്തിൽ തന്നെ താലി കെട്ടും. അതിനുള്ള നമ്മളുടെ അച്ഛനും അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തിട്ട് നമുക്കത് ചെയ്യാം. അതുകൊണ്ട് വേറെ എന്ത് പ്രതിബന്ധങ്ങളുണ്ടായാലും അതെല്ലാം മാറ്റി നമുക്ക് അനിയായിട്ടുള്ള വിവാഹം നടത്താമെന്ന് അഭി കൂടി ഉറപ്പ് നൽകുകയാണ്. അങ്ങനെ അവന്തിക പോയി അച്ഛനെ കാണുന്നുണ്ട്. നാഗേന്ദ്രനെ കണ്ടിട്ട് പറയുന്നു, എങ്ങനെ, അതായത് നന്ദുവിനെ ഇല്ലാതാക്കിയാലും ശരി, എങ്ങനെയെങ്കിലും ഈ ഒരു വിവാഹം നടക്കണം. അപ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നേരത്തെ തന്നെ ഞാൻ അവളെ ഒരു നോട്ടം ഇട്ടിട്ടുണ്ട്, കാരണം ആ ഒരു കള്ളക്കടത്ത് സ്വർണം അന്ന് പിടികൂടിയപ്പോഴേ ഞാൻ അവളിലൊരു കണ്ണ് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം അവളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. ഇപ്പം അത് ഉറപ്പായിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ഓരോ കാര്യങ്ങൾ അവൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും മോൾ വിഷമിക്കേണ്ട, അവളെക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചാലും അതിനുള്ള മാർഗ്ഗമൊക്കെ ഞാൻ കണ്ടുകൊള്ളാം. അവളെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് അവളെ ഒരു കൊല്ലിയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റമായിട്ട് വരും. അവരൊരു വണ്ടി ആക്സിഡൻറ്റ്, അപ്പോൾ ആ ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ട് അതിൽ നന്ദുവിനെ ഇല്ലാതാക്കിക്കൊണ്ട് എന്നുള്ള രീതിയിലാണ് കേട്ടോ അവന്തികയും അനിയുമായിട്ടുള്ള വിവാഹം നടക്കാൻ യാതൊരു തടസ്സമില്ല. മോൾ സമാധാനമായിട്ടിരുന്നു, പിന്നെ ഞാൻ തന്നെ മുൻപന്തിൽ നിന്ന് ആ ഒരു വിവാഹം നടത്തും എന്നൊക്കെ നാഗേന്ദ്രൻ വീമ്പിളക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിലാണെങ്കിൽ ചർച്ചകൾ ഇങ്ങനെ അതിനെക്കുറിച്ച് പിന്നെയും തുടർന്ന് ചർച്ചകളൊക്കെ നടക്കുന്നു. അപ്പോൾ ജാനകി ദേവയാനിയോട് പറയുന്നുണ്ട് അനിയെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, ഞാൻ പറയാം, പക്ഷേ അവൻ്റെ മനസ്സിൽ ആദ്യമേ ഇതുപോലെ അവൻ്റെ ഇഷ്ടമില്ലാതായിരുന്നു ആ ഒരു വിവാഹം നടന്നത്, അതിപ്പോൾ ഡൈവേഴ്സിൽ കലാശിച്ചു. അതുപോലെ അവന് മനസ്സിന് ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയായിരുന്നു അനാമിക, അതുപോലെ ഇനിയും അവനെ അടിച്ചേൽപ്പിക്കാൻ കഴിയുമോ? അവൻ പറയുന്നത് അവന്തികയെ അവൻ പെങ്ങളുടെ സ്ഥാനത്ത്, സഹോദരിയുടെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത്, മറ്റൊരു രീതിയിൽ കണ്ടിട്ടില്ല എന്നാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എങ്ങനെ ചോദിക്കുമ്പോൾ ജാനകി പറയും, അതൊക്കെ അവൻ്റെ കള്ളത്തരമാണ്, അവൻ പല അടവുകളും പറയും, അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ നന്ദുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അവൻ അങ്ങനെ സമ്മതിക്കാത്തതെന്ന് പറയുന്നു. അങ്ങനെ ദേവയാനി നയനയായിട്ട് സംസാരിക്കുന്നു. നയനെ വിളിച്ച് കനകയെ എടുത്ത് പറയുന്നു, അമ്മയൊന്ന് സംസാരിക്കണം. അപ്പോൾ കനക പറയുന്നുണ്ടില്ല, ഞാൻ സംസാരിക്കില്ല, കാരണം ഇത് പലതവണ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ, എനിക്ക് അപ്പോഴേ ഡൗട്ടുണ്ട് ഇവർ തമ്മിൽ എന്തെങ്കിലും അടുപ്പമുണ്ടോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു വിവാഹത്തിനായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും അതുപോലെ തന്നെ കനകയും ഗോവിന്ദനും പറയുന്നുണ്ട് അവധിയായിട്ടുള്ള വിവാഹം, അനിയുമായിട്ടുള്ള കല്യാണം നടത്തണം, കാരണം നന്ദുവിനെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒഴിവാക്കാൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നയന നന്ദുവിനോട് സംസാരിക്കുന്നുണ്ട്, നിങ്ങളിപ്പോഴും പഴയതുപോലെ അടുപ്പം തുടരുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ കൂടി അവർക്ക് സംശയമുണ്ട്. പക്ഷേ ജാനകി ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നതുകൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട്, ഞാൻ നേരത്തെ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കനകയും ഗോവിന്ദനും അവരതിൽ വിസമ്മതം പ്രകടിപ്പിച്ചു, അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അനിയുടെ മറ്റൊരു വിവാഹം നടത്തി ഇനിയിപ്പോൾ ശല്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് മുത്തശ്ശിയും ആ ഒരു വിവാഹത്തിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യാത്തത്. പിന്നീടാണെങ്കിൽ നവീനാണെങ്കിൽ അതിനെക്കാട്ടി ധൃതിയിൽ നിൽക്കുകയാണ്. നവീൻ എങ്ങനെയെങ്കിലും ഈ ഒരു അനിയുടെ വിവാഹം നടത്തിയിട്ട് തനിക്ക് നന്ദുവിനെ സ്വന്തമാക്കണം. അതിനായിട്ട് നന്ദുവിനെ ഫോൺ ചെയ്ത് ചോദിക്കുന്നത്, നീ വലിയ ഫ്രണ്ടാണല്ലോ അനിയുടെ, അപ്പോൾ അനിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയത് എന്താണെന്ന് പറഞ്ഞിട്ട് നവീൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഫ്രണ്ടൊക്കെ തന്നെയാണെങ്കിലും അവൻ്റെ കാര്യത്തിൽ അവന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിവുണ്ടല്ലോ, അപ്പോൾ ഞാനായിട്ട് അതങ്ങനെ പറയുന്നതൊക്കെ മറ്റുള്ള നന്ദു സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നവീന് എല്ലാവരും അങ്ങനെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്, കാരണം അനിയും അവധിയായിട്ടുള്ള വിവാഹം നടത്താൻ വേണ്ടി നാഗേന്ദ്രനാണെങ്കിൽ നന്ദുവിനെ കൊന്നിട്ടാണെങ്കിലും അതിനെ ഈ ഒരു വിവാഹം നടത്താനായിട്ട് പ്ലാൻ ചെയ്ത് അതിനായിട്ടുള്ള ചില പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള രംഗങ്ങളാണ് അടുത്ത ആഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരാൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, നവ്യ എന്ത് വന്നാലും തൻ്റെ അനിയത്തിയെ അവളുടെ ഇഷ്ടം പോലെ തന്നെ അനിക്ക് വിവാഹം ചെയ്തു കൊടുക്കും, അതിനായിട്ട് താൻ എന്തും ചെയ്യും എന്നുള്ള രീതിയിലാണ് നവ്യ നിൽക്കുന്നത്. നവ്യ മനസ്സിൽ ആ ഒരു കാര്യം കണക്കൂട്ടുന്നതുകൊണ്ട് അങ്ങനെ കൂട്ടുകാരി നമിതയും പോയി കാണുന്നു. ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യങ്ങളും അതിന് ബാക്കിൽ പ്രവർത്തിച്ചുകൊണ്ട് നന്ദുവിന് ഇഷ്ടപ്പെട്ട ആളെ തന്നെ വിവാഹം കഴിച്ചു കൊടുക്കാനാണ് നവ്യ. അതിന് എന്ത് വേണമെങ്കിലും ചെയ്യാം, എനിക്ക് ചില തെറ്റുകളൊക്കെ പറ്റിപ്പോയി, അതിൻ്റെ ചില തെറ്റിദ്ധാരണകൾ മൂലമാണെന്ന് ഞാൻ സത്യങ്ങൾ മനസ്സിലാക്കാതെയാണ് അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളതെന്നും, അതുകൊണ്ട് നന്ദുവിൻ്റെയും അനിയുടെയും വിവാഹം നടത്താനായിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ചെയ്യണമെന്നും നവ്യ നമിതയോട് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില രംഗങ്ങളാണ് ഇനിയിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ നവ്യയുടെ സപ്പോർട്ടിൽ നിന്നുകൊണ്ടായിരിക്കും നവ്യയായിരിക്കും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതൊക്കെ നമുക്ക് വരുന്ന പ്രൊമോയിൽ കാണാവുന്നതാണ്. ഓക്കെ.